എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അഞ്ജോവിയൻ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് PCOD ഉള്ളവർക്ക് കഴിക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയും, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ഫുഡിൽ നിന്ന് ഒഴിവാക്കും, ഇതൊക്കെ ഡെയിലി കഴിക്കുന്നതല്ലേ, എന്താ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കുറേ തെറ്റുകൾ കാരണം നമ്മുടെ ശരീരം ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അതിനെ മാനേജ് ചെയ്ത് നമ്മുടെ ബോഡി കൊണ്ടുപോകുന്നുണ്ട്. സോ നമ്മുടെ ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ബാധ്യത നമുക്ക് തന്നെയാണ്. സോ ശരീരത്തിന് വേണ്ടി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. PCOD ഉണ്ട്, അപ്പോൾ PCOD കുറയ്ക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ഈ ഫുഡ്, ഞാൻ പറയുന്ന ഫുഡുകൾ കഴിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കുക. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചോറ് നമ്മൾ ഒരുപാടായിട്ട് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ചോറിൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരണം. ചോറിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൂട്ടി കൊടുക്കാം? പയറുവർഗ്ഗങ്ങൾ കൂട്ടി കൊടുക്കാം. അതായത് ചെറുപയർ, കടല, പരിപ്പ് അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ നമ്മളെ ഫുഡിലേക്ക് കൂടുതലായിട്ട് കൂട്ടാം. അതേപോലെ പച്ചക്കറികൾ കൂട്ടാം. പച്ചക്കറികളിൽ നമ്മൾ ഈ ചീര നല്ലതാണ്, ബ്രൊക്കോളി നല്ലതാണ്. ഇതൊക്കെ PCOD ഉള്ള ആളുകൾക്ക് നല്ലതാണ്, കഴിക്കാൻ നല്ലതാണ്. അതേപോലെ ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും കഴിക്കണം. എന്നിരുന്നാലും ചീര, ബ്രൊക്കോളി ഇതൊക്കെ കുറച്ചും കൂടെ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ പച്ചക്കറികൾ നമുക്ക് വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് സാലഡ്. അപ്പോൾ ഈ പച്ചക്കറികളെ സാലഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഈ പയറുവർഗ്ഗങ്ങൾ, പിന്നെ നമ്മൾ കുറച്ച് സാലഡ് ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഈ PCOD ഉള്ളവർക്ക്. പിന്നെ PCOD ഉള്ളവർക്ക് എല്ലാവർക്കും നല്ലതാണ്. ഞാൻ എന്നാലും PCODക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് മുട്ട കഴിക്കാവുന്നതാണ്. അതേപോലെ ചിക്കൻ, മീൻ. ഈ ചിക്കനും മീനിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവരെ നമ്മൾ കറി വെച്ച് കഴിച്ചാൽ സൂപ്പറാണ്, അടിപൊളിയാണ്, ഹെൽത്തിയാണ്. ഇവരെ നമ്മൾ ഫ്രൈ എങ്ങാനും ചെയ്ത് കഴിച്ചാലോ തീർന്നു, അവിടെ ഇവരുടെ ഈ ബെനിഫിറ്റ്സ് ഒക്കെ തീർന്നു. അപ്പം നമ്മൾ ചിക്കനായാലും മീനായാലും നമ്മൾ കറി വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഓക്കെ, മീനിലൊക്കെ ഒരുപാട് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ഈ കറിയാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഈ എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നോക്കാം. അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കാം. ഒരു കാര്യം വിട്ടുപോയി, നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് എല്ലാ തരം ഫ്രൂട്ട്സും കഴിക്കാം. കൂടുതൽ മധുരമുള്ള നമ്മുടെ ചക്ക, മാമ്പഴം ഇത് ഒഴിവാക്കാന്നല്ല, ഒന്നോ രണ്ടോ കുറച്ചൊക്കെ കഴിച്ചിട്ട് കൂടുതലായിട്ടും അല്ലാത്ത ഫ്രൂട്ട്സുകൾ, ഈ ചെറീസ്, സ്ട്രോബെറി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ലതാണ്. എന്നിരുന്നാലും എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ്. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. അത് ഫ്രൂട്ട്സും നമുക്ക് സാലഡ് ഫോമിൽ ഫ്രൂട്ട് സലാഡ് പോലെ മിക്സഡ് ആക്കിയിട്ട് കുറേ ഫ്രൂട്ട്സ് മിക്സ് ആക്കിയിട്ടും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നോക്കാം. ഒഴിവാക്കേണ്ടത് പ്രധാനമായിട്ടും മധുരമാണ്, ഷുഗർ. അത് നമുക്ക് പറ്റത്തേയില്ല, കംപ്ലീറ്റ് ഒഴിവാക്കുക. അതിനൊരു കോംപ്രമൈസും ഇല്ല. എന്തൊക്കെ ഷുഗർ അടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും, അതായത് നമ്മുടെ ചോക്ലേറ്റ് പറ്റില്ല, ഐസ്ക്രീം പറ്റില്ല, പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒരു സാധനവും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. റിഫൈൻഡ് ഓയിൽ നമ്മളിങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. റിഫൈൻഡ് ഓയിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഹെൽത്തിയാണ്, കുറേ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഓയിലാണ്. സോ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് നല്ലതല്ല. എന്നിരുന്നാലും നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. റിഫൈൻഡ് ഓയിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫുഡിൽ ഏകദേശം ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ ഒഴിവാക്കണമെന്ന്. പിന്നെ റാഗി, നമ്മുടെ ഈ മുത്താറി റാഗി, അത് നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിന് എന്താണ് ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, മുത്താറിയുടെ പുട്ട്, അങ്ങനെ റാഗി, മില്ലറ്റ്സ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഗോതമ്പിൻ്റെ നുറുക്ക്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം കേട്ടോ. അതായത് നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അത് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ പാട് എല്ലാവരും ഒന്ന് 2 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അത് രാവിലെ എഴുന്നേറ്റ പാട് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ
അത് വളരെ പ്രധാനമാണ്. ഉറക്കം ഒരു 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങേണ്ടതാണ്. അത് തന്നെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങാൻ പാടില്ല. ഒരു 10 മണിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈം കടക്കാൻ പാടില്ല. 10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങുക. എന്നിട്ട് കുറച്ച് രാവിലെ ഒരു 6-7 മണിക്കൂർ നമുക്ക് ആ ഉറക്കം കിട്ടും. ഒരു 5-5:30-6 മണിക്കൊക്കെ എഴുന്നേറ്റാൽ കറക്റ്റാണ് ആ ഒരു ഉറക്കം. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴുള്ള അധിക അസുഖങ്ങൾക്കും കാരണം നമ്മുടെ ഉറക്കക്കുറവാണ്. അപ്പോൾ നമ്മൾ ഉറക്കം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളത്, ആ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നുള്ളത്